എന്തൊരു മനോഹരമായ സിനിമയുടെ ഇത്. ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ട് എത്ര കാലമായി. എനിക്ക് തോന്നുന്നത് മുന്തിരിവള്ളികൾ തളിർക്കുമെന്ന സിനിമയായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയ ലാലേട്ടന്റെ ഒരു നല്ലൊരു ഫീൽ ഗുഡ് സിനിമ. ഹൃദയപൂർവ്വം എന്ന സിനിമ എന്തായാലും എന്റെ മനസ്സ് കംപ്ലീറ്റ്ലി നിറച്ചു. നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീണ്ടും വീണ്ടും തിയേറ്ററിൽ പോയി കാണാൻ ഒരു കൊതി വരില്ലേ? അല്ലെങ്കിൽ വീണ്ടും വീണ്ടും OTT വന്നാൽ പോലും കാണാൻ ഒരു കൊതി വരില്ലേ? അല്ലെങ്കിൽ ലാലേട്ടൻ ഈ രീതിയിൽ കണ്ട് കൊതി തീരാത്തൊരു ഫീലില്ലേ? അങ്ങനത്തെ ഒരു അനുഭവമാണ് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയത്. ഹൃദയപൂർവ്വം ആ ഒരു പേര് പോലെ തന്നെ എന്റെ ഹൃദയം കംപ്ലീറ്റ്ലി കീഴടക്കി. അത്രയും രസമായിരുന്നു. 2.5 മണിക്കൂർ എനിക്ക് കുറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് കണ്ട് കൊതി തീർന്നില്ല. ഇങ്ങനെ ഒരു തോന്നാൻ ഏറ്റവും വലിയ റീസൺ ലാലേട്ടന്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല, സന്ദീപ് എന്ന ക്യാരക്ടർ ജീവിക്കുകയായിരുന്നു. അത്രയും ക്യൂട്ട് ആൻഡ് നാച്ചുറൽ ആയ ഒരു പെർഫോമൻസ്. പൂക്കി ലാലേട്ടൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ലാലേട്ടന്റെ സന്ദീപ് എന്ന ക്യാരക്ടർ നമ്മുടെയും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. ഇതിൽ ഈ സിനിമയിൽ കുറെ പേര് നാച്ചുറലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് സിനിമ നോക്കിക്കോ, എല്ലാ സീനിലും ലാലേട്ടന്റെ പെർഫോമൻസ് ആണ് എല്ലാത്തിനും മുൻകണ്ണിൽ നിൽക്കുന്നത്. ലാലേട്ടൻ തുടരുമെന്ന് പറയണത് വെറുതെ അല്ല. ഇതിനകത്ത് എല്ലാ സീൻസിലും ഭയങ്കര ഗ്രേസ്, ഭയങ്കര സ്ക്രീൻ പ്രസൻസ്, വളരെ ഡിലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ സ്ക്രീൻ പ്രസൻസ്, ഈ ഒരു ഡിലൈറ്റ് കൊടുക്കാൻ വേറെ റീസൺ ഇതിന്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ആണ്. മാളവിക മോഹനെയും ലാലേട്ടനെയും വളരെ ഭംഗിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ട്രെയിലറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തേക്കാളും വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടി. ഒരു ഒഴുക്കിലൂടെ രസിച്ച് കാണാൻ പറ്റുന്ന ഒരു ചിത്രം. 2.5 മണിക്കൂർ ചിരിപ്പിച്ച്, രസിപ്പിച്ച്, ഫീൽ ചെയ്യിപ്പിച്ച്, വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫ്രഷ് ഫീൽ ഗുഡ് ചിത്രമായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. ലാലേട്ടനും ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയുമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ താരങ്ങൾ. സോനു ടി പി ആണ് എഴുതിയിരിക്കുന്നത്. നൈറ്റ് കോൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ റൈറ്ററാണ്. കിടിലൻ സ്ക്രീൻ പ്ലേ. അഖിൽ സത്യന്റെ ആ ഒരു സ്റ്റോറി അതെടുത്തുകൊണ്ട് അതിനകത്ത് ന്യൂജൻ ഐഡിയാസും സിറ്റുവേഷൻസും കണ്ടന്റും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത ഒരു ഒത്തിണക്കിയ ഒരു കിടിലൻ സ്ക്രീൻ പ്ലേ. എല്ലാം വളരെ റിലേറ്റബിൾ ആണ് ഈ സിനിമയിൽ. ഇതിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും ഇതിനകത്ത് കുറെ സീൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. മലയാള സിനിമയുടെ ഹ്യൂമറും അതേപോലെ ലാലേട്ടന്റെ ഹ്യൂമറും എവിടെയും പോയിട്ടില്ല എന്ന് ഈ സിനിമയിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ സത്യൻ അന്തിക്കാട്, ഒരു ന്യൂജൻ സത്യൻ അന്തിക്കാട് പടം എന്ന് വേണമെങ്കിലും ഈ പടത്തിനെ വിശേഷിപ്പിക്കാം. ഒരു കിടിലൻ ടീം, ഒരു കിടിലൻ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഒട്ടും ഈ ഡയറക്ടറും പഴകിയിട്ടില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇനി ഈ പടത്തിലെ ലാലേട്ടൻ അല്ലാണ്ടുള്ള പെർഫോമൻസുകളെ പറ്റി പറയുകയാണെങ്കിൽ മാളവിക മോഹനൻ ഈ ഒരു നാച്ചുറൽ പടത്തിൽ അത്യാവശ്യം നാച്ചുറലായിട്ട് പെർഫോം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിലെ ക്ലോസപ്പ് ഷോട്ട്സിൽ മാത്രമാണ് മാളവിക മോഹനൻ ഭയങ്കര ഓവർ എക്സ്പ്രസീവ് ആയിട്ട് ഫീൽ ചെയ്തത്. ബാക്കി എല്ലായിടത്തും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീത എന്ന ആക്ട്രസിനെ ഒഴിച്ച് ബാക്കി എല്ലാവരും അവരെ തന്നെ ഡബ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. സംഗീത, ലാലു അലക്സ്, ജനാർദ്ദനൻ, സിദ്ദീഖ് ഇവരൊക്കെ ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഉള്ള റോൾസിൽ. പിന്നെ സംഗീത് പ്രതാപ് ഉള്ള എല്ലാ സീൻസും കീഴടക്കിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഒപ്പമുള്ള സീൻസ് ആണെങ്കിലും ഒറ്റയ്ക്കുള്ള സീൻസ് ആണെങ്കിലും ആ ഒരു സിഗ്നേച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എനിക്ക് വർക്കൗട്ട് ആവാത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിനകത്ത് 2 ക്യാമിയോസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ക്യാമിയോ എനിക്ക് അത്രയും കണക്ട് ആയില്ല. രണ്ടാമത്തെ ക്യാമിയോ കുറച്ച് ക്യൂട്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സിലെ ഒരു സീക്വൻസ് എനിക്ക് ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. എല്ലാം വളരെ നാച്ചുറൽ ആയിട്ട് പോണത്, എസ്പെഷ്യലി എക്സെപ്റ്റ് ആ ഒരു സീക്വൻസ്. ജസ്റ്റിൻ പ്രഭാകരന്റെ മ്യൂസിക് വളരെ നന്നായിരുന്നു. കുറെ മൊമെന്റ്സിലൊക്കെ എക്സ്ട്രാ ഡെപ്ത് പടത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്കോറിങ്. പിന്നെ വെൺമതിയെ പാട്ട് തിയേറ്ററിൽ കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എഡിറ്റിംഗ് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്വൽസും ആ ഒരു പീസ്ഫുൾ കാം അറ്റ്മോസ്ഫിയർ വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ടഡ് ബൈ നമ്മുടെ റെഡ് ചില്ലീസിന്റെ കളറിങ്ങും. ഓവറോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഹൃദയപൂർവ്വം എന്ന സിനിമ. ഈ ഓണക്കാലം ലാലേട്ടൻ ഹൃദയപൂർവ്വം നിങ്ങളുടെ മനസ്സ് കീഴടക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു.